അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിലെ ഒരു ചെറിയ പട്ടണം, അതുമല്ല ആ ഒരു പട്ടണത്തിനടുത്തായിട്ട് വലിയൊരു കാടുണ്ട്. ആ ഒരു കാടിനകത്ത് ഒരുപാട് മരങ്ങളെല്ലാം വെട്ടിയിട്ട് അതെല്ലാം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മരം വെട്ടുന്ന പണി അവിടെ നല്ലതുപോലെ തന്നെ നടക്കുന്നുണ്ട്. കാണിക്കുമ്പോഴത്തേക്കും അവിടുത്തെ ഫോർമാൻ ഈ ഒരു പണി നടക്കുന്ന സ്ഥലത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെയുള്ള പണിക്കാരെ ആരെയും കാണുന്നില്ല. എന്താണെന്നറിയാൻ വേണ്ടി ആ ഒരു ഫോർമാൻ ആയാലും തന്റെ ഫോൺ എടുത്തിട്ട് വിളിച്ചു നോക്കുന്നുണ്ട്. എന്നിരുന്നാലും ആരും പ്രതികരിക്കാത്തത് കൊണ്ട് ഇവരെങ്ങോട്ട് പോയെന്നറിയാൻ വേണ്ടി നേരെ ആ ഒരു കാടിനുള്ളിലേക്കെല്ലാം നടന്നു പോയി നോക്കുകയാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരു മരത്തിനടുത്തായിട്ട് ഒരാളുടെ കൈ കാണുന്നുണ്ട്. അപ്പോഴേക്കും അവൻ "ഓ, നിങ്ങൾ ഇവിടെയാണോ?" എന്നും പറഞ്ഞിട്ട് അടുത്തേക്ക് ചെല്ലുന്നതും ആഹാ, കാണിക്കുമ്പോൾ അതൊരാളുടെ വെറും കൈ മാത്രമായിരുന്നു. ഇത് കാണുന്നതും ഇയാൾ പെട്ടെന്ന് അവിടെ നിൽക്കുമ്പോൾ മരത്തിന് മുകളിൽ നിന്നും രക്തം ഇയാളുടെ ദേഹത്തേക്ക് വന്ന് വീഴുന്നു. മുകളിലേക്ക് നോക്കി ആ ഒരാൾ എന്തോ ഒരു കാര്യം കണ്ട് പെട്ടെന്ന് തന്നെ ഓടി വന്നിട്ട് ഇയാളുടെ കാറിനകത്തേക്ക് കയറാണ്. അങ്ങനെ ആ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും പുറകിലൂടെ എന്തോ നടന്നു വരുന്നത് പോലെ ഇയാൾ പേടിച്ചിരിക്കുന്നതും പെട്ടെന്ന് ആ ഒരു രൂപം അകത്തേക്ക് കയറി വന്ന് അയാളെ ആ ഒരു കാറിനകത്ത് വെച്ച് തന്നെ കൊല്ലുകയും ചെയ്യാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതിനടുത്തുള്ള മറ്റൊരു ചെറിയ പട്ടണം കാണിക്കുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ഈ മൂവിലെ ഹീറോ ആയിട്ടുള്ള പോൾ ഉള്ളത്. അവനൊരു ഷെരീഫാണ്. അതുപോലെ അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡാനി എന്ന് പറഞ്ഞ ഒരുത്തനെയും കൂട്ടി ഇപ്പോൾ ഒരു കുതിര ഫാമിലേക്കാണ് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കുതിര ഫാം നടത്തുന്ന അയാളുണ്ടല്ലോ, ഇവർക്കൊരു പരാതി കൊടുത്തു. ഇയാൾക്ക് ഏകദേശം 33 കുതിരകളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നോക്കുമ്പോഴത്തേക്കും വെറും 32 ഉള്ളൂ. ബാക്കി ആ ഒരു കുതിര എവിടെ പോയെന്ന് അറിയാൻ കഴിയുന്നില്ല. അതുപോലെ ഓരോ കുതിരകളുടെ കഴുത്തിലും ഓരോ നമ്പർ ഇട്ടിട്ടുണ്ട്. ഈ ഒരു കുതിരയുടെ നമ്പർ 88 ആണ്. ഒരുപക്ഷെ തന്റെ കുതിരയെ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയതായിരിക്കും എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഹീറോ ആണെങ്കിലോ ഒരു കുതിരയെ മോഷ്ടിച്ചുകൊണ്ട് പോകാനായിട്ട് എന്തായാലും ഇവിടേക്ക് ഒരു വണ്ടി കൊണ്ടുവരണം. ആ ഒരു വണ്ടിയുടെ പാടോ മറ്റു കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പോഴേക്കും ഡാനി പറയും ഒരുപക്ഷെ ഒരു കുതിര ഇതിന് മുകളിലോട്ട് ചാടി പോയതാണെങ്കിലോ. അപ്പോൾ അയാൾ പറയും ഞാൻ 30 വർഷമായിട്ട് ഈ ഒരു കുതിരകളെ വളർത്തുന്നുണ്ട്. എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസിൽ ഇത്രയും ഉയരത്തിൽ ഒരു കുതിര ചാടി പോയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് അന്വേഷിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആയാലും ഇതിൽ കൂടുതൽ ഇനി അന്വേഷിക്കാനൊന്നുമില്ല, ആ കുതിര ഓടിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവർ ആ ഒരു കേസ് വലിയ കാര്യമാക്കാതെ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും അവിടെ നിന്ന് വണ്ടിയിലേക്ക് കയറുമ്പോൾ അയാളുടെ മകൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഡാനി ആ ഒരു പെണ്ണിനെ നോക്കുമ്പോഴത്തേക്കാണ് പോൾ പറയുന്നത് ദേ അവളോട് കളിക്കുമ്പോഴത്തേക്ക് സൂക്ഷിച്ചു വേണം, അവസാനമായിട്ട് അവളെ ഡേറ്റ് ചെയ്യാൻ വന്നൊരു പയ്യനെ അവൾ ഷൂട്ട് ചെയ്തതേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ഇവർ ആ ഒരു വണ്ടി എടുത്ത് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പോൾ നേരെ വരുന്നത് അവന്റെ മകനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അവന്റെ മകൻ നിൽക്കുന്നത് അവന്റെ ഭാര്യയോടൊപ്പം, അതും അവളുടെ അമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ തൻ്റെ കൂടെ ഈ ഒരു വീക്കെൻഡ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് മകനെ വിളിക്കാനായിട്ട് പോകുന്നത്. കാരണം വേറെ ഒന്നല്ല, ഇവർ രണ്ടുപേരും വഴക്കിട്ടിട്ട് ഇപ്പോൾ ഡിവോഴ്സിന്റെ വക്കിലാണ് നിൽക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് അവന്റെ മകനായിട്ടുള്ള ആദമിനെ വിളിച്ച് നേരെ വീട്ടിലേക്ക് വന്ന് ഇപ്പൊ അവൻ ആഹാരമെല്ലാം ഉണ്ടാക്കി കൊടുക്കാണ്. ഹീറോയ്ക്കാണ് ഇത് നല്ല രീതിയിൽ പാചകം ചെയ്യാനെന്ന് അറിയത്തില്ല. അങ്ങനെ ഇവനോട് സംസാരിച്ചിട്ട് ഇപ്പൊ അമ്മയായിട്ടുള്ള ഒരു വിഷയം എന്താണെന്നെല്ലാം ചോദിക്കുമ്പോൾ അതിനെപ്പറ്റിയും വലിയ രീതിയിൽ ഹീറോ സംസാരിക്കുന്നില്ല. ആ ഒരു സമയത്താണ് ഇവരുടെ ആ ഒരു ജനാലയുടെ അടുത്തൂടെ എന്തോ ഒന്നിങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. ഇത് നമ്മുടെ ആദം കണ്ടിട്ട് അച്ഛാ അവിടെ ജനാലയുടെ പുറത്ത് എന്തോ ഉണ്ടെന്ന് പറയുമ്പോൾ ഹീറോ വിചാരിക്കുക ഇത് കുട്ടികളല്ലേ, ചിലപ്പോൾ അവൻ എന്തെങ്കിലും വെറുതെ തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ജനാലയുടെ അടുത്തേക്ക് വന്ന് വെറുതെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒന്നും കാണുന്നില്ല. അപ്പോൾ അവൻ പറയുന്നുണ്ടില്ല ഞാൻ സത്യമായിട്ട് കണ്ടതാണെന്ന് പറയുമ്പോൾ ഹീറോ ആണെങ്കിലും ഓക്കെ ഞാൻ നോക്കിയിട്ട് വരാം, നീ ഇവിടെ തന്നെ ഇരിക്കുമെന്നും പറഞ്ഞിട്ട് തൻ്റെ കയ്യിലുള്ള ഒരു തോക്കും എടുത്ത് പതിയെ വെളിയിലേക്ക് ഇറങ്ങാണ്. അങ്ങനെ ആ ഒരു ടോർച്ചും എടുത്തിട്ട് വെളിയിലേക്ക് നടന്നു വന്ന് അടുത്തുള്ള ആ ഒരു കാടിനുള്ളിലേക്ക് ഇന്ന് നോക്കുമ്പോഴത്തേക്കും എന്തോ അനങ്ങുന്നുണ്ട്. അപ്പോഴേ ഹീറോ പെട്ടെന്ന് വിളിച്ചു പറയും ഇതൊരു ഷെരീഫിന്റെ വീടാണ്, ആരുള്ളിലുണ്ടെങ്കിലും പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നു, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ, ആരുള്ളിലുണ്ടെങ്കിലും വെളിയിലേക്ക് ഇറങ്ങി വരാനായിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ ആരും അങ്ങനെ വരുന്നില്ല. അങ്ങനെ ആരെയും കാണാത്തത് കൊണ്ട് തന്നെ ഹീറോ തിരിച്ച് വീടിനകത്തേക്ക് കയറി വന്നിട്ട് ഇപ്പൊ അവന്റെ മകനെ ഉറക്കാനായിട്ട് കൊണ്ട് കിടത്തും. അതുമല്ല നോക്കുമ്പോൾ അടുത്ത് വേറൊരു ബെഡുണ്ട്. അത് ഹീറോയുടെ രണ്ടാമത്തെ മകനാണ്. പക്ഷെ അവൻ അവിടെ ഇല്ല. കാരണം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ഡാനി ഉണ്ടല്ലോ, അവൻ ഇപ്പോൾ വീടിനകത്തേക്ക് കയറി വരാണ്. ആദം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ കോഫിയും കുടിച്ചിട്ട് പോയി. ശരി ബാ, ജോലിക്ക് വരാൻ ലേറ്റായ എന്താ, ശരി ബാ ലേറ്റായെന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വീടിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് ഡാനി പറയുന്നത് ഇതെന്താ നിന്റെ വീടിന്റെ മുന്നിലെ ഈ കാൽപ്പാടുകൾ എന്ന് ചോദിക്കുമ്പോൾ വന്ന് നോക്കുമ്പോഴത്തേക്കും എന്തോ ഒന്ന് നടന്നു പോയതുപോലെ ഈ കാൽപ്പാടുകളുണ്ട്. ഇനിയിപ്പോൾ കാണാതായിട്ടുള്ള മറ്റേ അയാളുടെ കുതിര വല്ല ഇതിലെ ഓടിപ്പോയതായിരിക്കും, അതിന്റെ കാൽപ്പാടുകൾ പോലെ തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആലോചിക്കും ഇന്നലെ രാത്രി ആദമാണെങ്കിൽ അവനോട് പറഞ്ഞിരുന്നു ഇതുപോലെ ജനാലയുടെ അടുത്ത് എന്തോ വന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാൽപ്പാട് ഫോളോ ചെയ്ത് നടന്നിങ്ങനെ പോകുമ്പോൾ ആ കിച്ചന്റെ ഭാഗത്തുള്ള ജനാലയുടെ അടുത്തും അത് വന്ന് നിന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഡാനി പറയുന്നത് ഇതിവിടെ മാത്രമല്ല, എൻ്റെ വീടിനടുത്തും ഈ ഒരു കാൽപ്പാടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പട്ടണത്തിലെ പല വീടുകളുടെ അടുത്തും ഈ ഒരു കാൽപ്പാടുകൾ കണ്ടിട്ടുള്ളതായിട്ട് ആളുകൾ പറയുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും പതിയെ ആ ഒരു കാൽപ്പാട് ഫോളോ ചെയ്ത് ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണമല്ലോ. അങ്ങനെ വന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു റോഡിലൂടെ തന്നെ ഇതിന്റെ കാൽപ്പാട് പോകുന്നതായിട്ട് ഇവർക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ അടുത്ത് താമസിക്കുന്ന ഒരുപാട് പേരും ഇത് കണ്ട് നല്ലതുപോലെ പേടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും അത് ഫോളോ ചെയ്ത് അവസാനം എത്തുന്നത് കാടിനകത്തേക്കാണ്. അങ്ങനെ കാടിനുള്ളിലൂടെ ഒരുപാട് ദൂരം നടന്നു ചെന്ന് അവസാനം ഒരു മരത്തിനടുത്ത് എത്തുമ്പോഴത്തേക്കും അവിടെ വെച്ചിട്ട് ആ ഒരു കാൽപ്പാട് അവസാനിക്കാണ്. പിന്നെ ഇത് എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. അതുമല്ലാതെ പോളാണെങ്കിലോ അവിടെയുള്ള ഒരു മരത്തിലെ
വലിയ നഖങ്ങളുടെ പാട് കാണുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്തോ ഒരു വലിയ ജീവിയാണെന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരുടെ സ്റ്റേഷനിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ഇവർക്ക് രണ്ടുപേർക്കും ഒരുപാട് ഫോൺ കോൾ വരുന്നുണ്ട്. ഇതുപോലെ കാൽപ്പാടുകൾ കണ്ടു, അവരുടെ വീടിന് പുറകിൽ എന്തോ അനക്കം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവര് രണ്ടുപേരും അവർക്ക് മറുപടിയെല്ലാം പറയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പോള് ഇപ്പോൾ ഡാനിയോട് പറയുന്നത് ഇതെന്തായാലും ഒരു മൃഗമാവാനായിട്ട് സാധ്യതയില്ല, ഇതാരെങ്കിലും പ്രാങ്ക് ചെയ്യുന്നതായിരിക്കും, ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്യുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ ഡാനി പറയും അതെങ്ങനെ ശരിയാവും, ഒരാൾ പ്രാങ്ക് ചെയ്യാനാണെങ്കിൽ ഇത്രയും കിലോമീറ്റർ ആ ഒരു കാൽപ്പാടുകൾ നിർമ്മിച്ചുകൊണ്ട് പോകാനായിട്ട് അവർക്ക് എന്താ ഭ്രാന്തുണ്ടോ, അതോ അത്രയ്ക്ക് മണ്ടന്മാരാണോ അവര്? പക്ഷെ ഇതൊന്നും കേട്ടിട്ട് നമ്മുടെ പോള് അത് സമ്മതിക്കുന്നില്ല. അവൻ ഇപ്പോഴും പറയുന്നത് അത് എന്തെങ്കിലും പ്രാങ്ക് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യുന്നതായിരിക്കും എന്നൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പോളിനെ ഇപ്പോൾ ഒരു ഫാദർ വിളിച്ചിട്ട് അയാളുടെ നായയെ കാണാനില്ല എന്നും പറഞ്ഞൊരു പരാതി കൊടുക്കും. അത് കേൾക്കുമ്പോഴേ ഹീറോയ്ക്ക് വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവനൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് ആ ഒരു കുതിര ഫാം നടത്തുന്ന അയാളുണ്ടല്ലോ, അയാളുടെ മകള് വർക്ക് ചെയ്യുന്നത്. അതുമല്ല ആ ഒരു സ്റ്റോറിനകത്തുള്ള എല്ലാവരും ഹീറോയെ തന്നെ ഇങ്ങനെ വല്ലാതെ നോക്കാണ്. അപ്പോൾ ഹീറോ അവിടെ ചെന്നിട്ട് അല്ല എല്ലാവരും എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ഈ ഒരു പട്ടണത്തിൽ നടക്കുന്നല്ലോ, അതിനുള്ള എക്സ്പ്ലനേഷൻ ആണ് ഹീറോയുടെ ഇവരെല്ലാവരും ചോദിക്കുന്നത്. കാരണം ഹീറോ ഒരു ആക്ഷനും എടുക്കുന്നില്ല. അതുമല്ല അവിടെ ജിം എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, അവനിപ്പോൾ അവന്റെ മുത്തശ്ശൻ പറഞ്ഞു കൊടുത്ത ഒരു സ്റ്റോറി, അതൊരു ക്രിയേച്ചർ ഇതുപോലെയുള്ള കാടുകൾക്കുള്ളിൽ ജീവിച്ചിരുന്നതായിട്ടും ചിലപ്പോൾ അതായിരിക്കാന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇത് കേട്ട നമ്മുടെ പോളാണെങ്കിലും നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, ഇതെല്ലാം വെറുതെ മറ്റുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടി ഏതോ കോമാളികൾ കാണിക്കുന്ന പ്രാങ്ക് മാത്രമാണ്. അപ്പൊ ആ ഒരു ഫാം ഓണറിന്റെ മകളുണ്ടല്ലോ, അവളായാലും പറയുന്നുണ്ട് എന്റെ അച്ഛനെ കുറച്ച് ആശയങ്ങളുണ്ട് ഇതിനെ പിടിക്കാനായിട്ട്, എന്താണെന്ന് കേൾക്കാൻ പറയുമ്പോഴത്തേക്കും ജിമ്മി അതിനെ കളിയാക്കും. അപ്പോൾ ഹീറോ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇതുപോലെ കാൽപ്പാടുകൾ ഉപേക്ഷിക്കുന്ന ഒരു മൃഗങ്ങളുമില്ല, ഞങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഈ ഒരു കാര്യം വിളിച്ചറിയിച്ചിരുന്നു, അവർ വന്ന് പരിശോധിച്ചപ്പോഴും അതാണ് പറഞ്ഞത്, അതുകൊണ്ട് ഇതുപോലെ ഒരു മൃഗമില്ല, നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ജിമ്മി പറയും ചിലപ്പോ ആ പുതുതായിട്ട് വന്ന ഡാനി ആയിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്, അവനാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് ബോറടിച്ചു, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് പുതിയൊരു കേസ് കണ്ടുപിടിക്കാൻ വേണ്ടി പുതിയൊരു കേസ് ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ ചെയ്യുന്നതാണയ്യോ എന്നെല്ലാം പറയുമ്പോൾ ഹീറോ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ വെളിയിലേക്ക് നമ്മുടെ ഹീറോ ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് അവന്റെ സുഹൃത്തായിട്ടുള്ള ഒരു വേട്ടക്കാരനുണ്ട്, അവനിപ്പോൾ ഹീറോയെ കണ്ടിട്ട് പറയും ഇതുപോലെ ഞാൻ കാട്ടിലെ മാനിനെ വേട്ടയാടാൻ പോകുന്ന സമയത്ത് കാടിനകത്ത് ഒരു മൃഗങ്ങളെയും കണ്ടിരുന്നില്ല, സാധാരണ അങ്ങനെ ഒരു മൃഗങ്ങളെയും കാണാത്തതല്ല, പക്ഷേ ഇപ്പോൾ കാടിനകത്ത് ഒരു ഒറ്റ മൃഗം പോലും ഇല്ല, അതല്ല എവിടെ പോയെന്ന് ആർക്കും അറിയത്തില്ല. ഓക്കെ, അതിനെപ്പറ്റി എന്തായാലും അന്വേഷിക്കാം എന്നും പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ ആദമിനെ വിളിക്കാൻ വേണ്ടി ഹീറോയിന്റെ അടുത്തേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവള് പറയുന്നുണ്ട് ഇവിടെ മോൻ നല്ലതുപോലെ പേടിച്ചിട്ടുണ്ട്, അതുപോലെ ഇവിടെ അടുത്തുള്ളൊരു കുട്ടിയും പറയുന്നുണ്ട് ഏതൊരു ഡെവിലോ എന്തോ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഹീറോ പറയും ഹേയ് അതൊന്നുമില്ല, അതൊന്നും ആരും കാര്യമാക്കണ്ട, ഇത് കുട്ടികൾ വെറുതെ പേടിച്ച് പറയാണെന്ന് പറയുമ്പോൾ അവളാണെങ്കിലും അവനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഹീറോയ്ക്കാണെങ്കിലും ഇപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാതെ അവൻ ആദമിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് ഇപ്പോൾ ഒരു രാത്രിയാണ് പോകുന്നത്. ഓരോ കാര്യങ്ങൾ സംസാരിച്ച് പറഞ്ഞു പോകുമ്പോൾ പെട്ടെന്നൊരു വളവിൽ വെച്ചിട്ട് ആദമ് എന്തോ ഒന്നിനിങ്ങനെ കാണും. ഇത് കാണുമ്പോൾ ആദമ് വണ്ടി നിർത്താനായിട്ട് പറയുന്നതും ഹീറോ ആദം നീ പേടിക്കണ്ട, നിനക്കതെല്ലാം വെറുതെ തോന്നുന്നതാണ് എന്നെ പറയുമ്പോൾ ഇല്ല ചവിടേക്ക് നോക്കുന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നതും ഇവരുടെ വണ്ടിയുടെ മുന്നിലൂടെ തന്നെ അതിങ്ങനെ ഓടിപ്പോകുന്ന കാണുമ്പോഴത്തേക്കും ഇപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്കും ആ ഒരു കാര്യം വിശ്വാസമാവുന്നത്, എന്തോ ഒന്നും ഉണ്ടെന്ന്. അതെന്താണെന്ന് വ്യക്തമായിട്ട് കാണുന്നില്ല, പക്ഷെ എന്തോ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോഴേക്കും പോൾ പറയും മോനെ നീ ഇവിടെ തന്നെ ഇരിക്കുക, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു ലൈറ്റിന്റെ വെട്ടമുണ്ടല്ലോ അത് വെച്ച് മുന്നിലേക്ക് പോവാണ്. കാണിക്കുമ്പോഴത്തേക്കും ഈ മരങ്ങൾക്കിടയിലായിട്ട് എന്തോ നിൽപ്പുണ്ട്. ഹീറോയെ കാണുമ്പോൾ പെട്ടെന്ന് മറ്റൊരു വശത്തേക്ക് ഓടിപ്പോവാണ്. അങ്ങനെ ഹീറോ ആയാലും കൂടെ ആ ഒരു കാടിനകത്തേക്ക് ഓടിക്കയറിയിട്ട് അവിടെ എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ എവിടെയും കാണുന്നില്ല. ആ ഒരു സമയത്താണ് ഈ മരത്തിന് മുകളിൽ എന്തോ ഒരു ഇരുമ്പ് കടന്ന് തട്ടുന്നത് പോലെ, അതെന്താണെന്ന് നോക്കുമ്പോഴത്തേക്കും മരത്തിന് മുകളിൽ എന്തോ ഒരു ബെൽറ്റ് പോലെ തൂങ്ങി കിടപ്പുണ്ട്. അത് ഹീറോ എടുത്ത് നോക്കുമ്പോൾ ഇത് വേറെ ഒന്നുമല്ല, മറ്റേ ആ ഒരു കുതിര ഫാമിൽ നിന്ന് കാണാതെ വീട്ടിൽ ആ ഒരു കുതിരയുണ്ടല്ലോ, ആ ഒരു കുതിരയെ കെട്ടിയിരിക്കുന്ന അതിന്റെ ആ ഒരു ബെൽറ്റാണ്. ഇതിൽ നമ്പർ 88 എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ അതും എടുത്തിട്ട് ഹീറോ തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഇപ്പോ ആദമിനെ കാണാനില്ല. അവൻ എവിടെ പോയെന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ബിൽഡിംഗ് ഉണ്ട്, അതിനകത്തേക്ക് കയറി ആദം എവിടെയാണെന്നെല്ലാം പറഞ്ഞിട്ട് നടക്കുമ്പോഴത്തേക്കും ആദം അവിടെ ഒരു റൂമിൽ കയറി പേടിച്ചിരിക്കുമായിരുന്നു. അപ്പൊ അതും പറയും ഇതുപോലെ വെളിയിൽ ഒരു മൃഗത്തെ കണ്ടിരുന്നു, അപ്പോഴാണ് പേടിച്ചകത്തേക്ക് വന്നത് എന്നുള്ള കാര്യം പറഞ്ഞ് ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഒരു ബാറിനകത്ത് നമ്മുടെ ഡാനി ഇരിക്കുകയാണ്. അതുമല്ല ആ ഒരു ബാർ നടത്തുന്നത് ഹീറോയുടെ ആ ഒരു സുഹൃത്തുണ്ടല്ലോ അവനായിരുന്നു. അവനിപ്പോൾ ഡാനിക്ക് ഒരു ബിയർ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇവർ രണ്ടുപേരും ഈ ഒരു നാട്ടിൽ നടക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുന്നത്. ഇവിടെ ഡോണിയുടെ അമ്മ ഒരു നേറ്റീവ് അമേരിക്കനാണ്. അതുമല്ല അവന്റെ അമ്മയാണെങ്കിൽ ഒരുപാട് മുത്തശ്ശി കഥകൾ അവനോട് പറഞ്ഞിട്ടുണ്ടെന്നും ഈ കാടുകളിലെ മരങ്ങളിലെ ഒരു പ്രത്യേകതര ആത്മാക്കൾ കറങ്ങി നടന്നിരുന്നതും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വെള്ളക്കാരെ ഇവിടേക്ക് കുടിയേറിയതിനു ശേഷം ആ ഒരു ആത്മാക്കളെ അവരൊരിക്കലും ബഹുമാനിച്ചില്ല. അതുകൊണ്ട് തന്നെ ആത്മാക്കള് പുരുഷന്മാര്, സ്ത്രീകള്, കുട്ടികള് ഇവരെ എല്ലാവരെയും കൊല്ലാൻ തുടങ്ങി എന്നുള്ള ആ ഒരു കഥ പറയുമ്പോൾ
ഡാനി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ അതെ, ഞാൻ ചെറുപ്പമായിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു കുട്ടിയെ കാണാതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ആ ഒരു കുട്ടിയുടെ ശരീരം അന്വേഷിച്ച് നടക്കുമ്പോൾ അവസാനം കണ്ടുപിടിച്ചത് 30 അടി ഉയരമുള്ള ഒരു മരത്തിന് മുകളിൽ നിന്നാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യം വിശ്വസിക്കുന്നു എന്നുള്ള രീതിയിൽ അവൻ പറയുന്നതും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാണിക്കുമ്പോൾ നമ്മുടെ പോളിനെയും അതേപോലെ തന്നെ ഹീറോയിനെയും ഇവരുടെ സ്കൂളിലേക്ക് വിളിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ആദം ഇപ്പോൾ സ്കൂളിൽ വെച്ചിട്ട് എന്തോ ഒരു മോശമായിട്ടുള്ള വാക്ക് പറഞ്ഞു എന്നും പറഞ്ഞ് അതിങ്ങനെ എഴുതി കാണിക്കുമ്പോൾ ഇത് കണ്ടിട്ട് രണ്ടുപേരും ചിരിക്കും. കാരണം അത് അത്ര വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ ഇതിനാണോ ഞങ്ങളെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവർ ടീച്ചർ പറയുന്നുണ്ട്, അത് മാത്രമല്ല ആദം എപ്പോഴും ടിമ്മിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് പോലെയാണ് ആദം സംസാരിക്കുന്നത്. അത് നിങ്ങളുടെ വളർത്തലിന്റെ കുഴപ്പമാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയിൻ സൂസനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ സൂസൻ ആയാലും ഞാൻ എൻ്റെ മകനെ എങ്ങനെ വളർത്തണമെന്ന് എനിക്കറിയാമെന്നെല്ലാം പറഞ്ഞിട്ട് അവള് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അതുമല്ല വെളിയിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മുടെ ഹീറോയെ അടുത്തൊക്കെ വന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞിട്ട് കരയുന്നത്. അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഹീറോ ഇപ്പോൾ ഡാനിയെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അവിടെ വരുമ്പോഴത്തേക്കാണ് ഡാനി. അങ്ങനെ ഇവർ രണ്ടുപേരും ഡാനിയുടെ വീടിന് വെളിയിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മുകളിലൂടെ ഒരുപാട് കാക്കകളും പക്ഷികളെല്ലാം ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. ഇപ്പൊ കൂട്ടമായിട്ട് ഇത്രയും പറന്നു പോകാൻ കാരണം എന്താണെന്ന് ഇവർക്ക് അറിയുന്നില്ല. ഇതിപ്പോ കാലാവസ്ഥ മാറുന്നതിന്റെ സമയമാണ്. ഇതെല്ലാം വടക്കോട്ടാണ് പറന്നു പോകേണ്ടത്, പക്ഷെ ഇതെല്ലാം നേരെ തിരിച്ച് തെക്കോട്ടാണ് പോകുന്നത്. എന്തായിരിക്കും കാരണം? അപ്പൊ അതിനെപ്പറ്റിയെല്ലാം സംസാരിക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഡോണി പറഞ്ഞ ഒരു കഥയുണ്ടല്ലോ, അതിനെപ്പറ്റി ഹീറോയോട് ഡാനി ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഹീറോ അപ്പോഴും അതൊന്നും വിശ്വസിക്കാൻ തയ്യാറല്ല. അത് കഴിഞ്ഞിട്ട് ഈ ഒരു വീട്ടിലിരിക്കുമ്പോഴത്തേക്കാണ് ഇതേപോലെ ഹീറോയിൻ ഡാനിയുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ എന്താണ് ഇവരുടെ കുടുംബത്തിന് സംഭവിച്ചത്, നിങ്ങൾ രണ്ടുപേരും എപ്പോഴും വഴക്കിട്ട് മാറി നിൽക്കുന്നത് എന്താണ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴത്തേക്കാണ് ഇതുപോലെ ടിം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു. ടിമ്മിനെ ഹീറോയോടൊപ്പം തനിച്ച് വീട്ടിലാക്കിയിട്ട് ഹീറോയിൻ എവിടേക്കോ പോകുന്ന സമയത്ത് ആ ഒരു പയ്യൻ കാല് വഴുതി സ്വിമ്മിംഗ് പൂളിലേക്ക് വീഴുമായിരുന്നു. വീഴുന്ന വഴിക്ക് അവന്റെ തല തറയിൽ ഇടിച്ചത് കൊണ്ട് തന്നെ ആ ഒരു ഇടിയിൽ അവൻ മരണപ്പെടുകയാണ് ചെയ്തത്. പക്ഷെ ഒരിക്കലും ഹീറോയിൻ ഹീറോയെ കുറ്റപ്പെടുത്തിയിരുന്നില്ല. എന്നിരുന്നാലും അത് തന്റെ തെറ്റാണ് എന്ന് സ്വയം തന്നെ കുറ്റപ്പെടുത്തിയാണ് പിന്നീട് ഒരിക്കലും ഹീറോയിനോട് ജീവിക്കാനായിട്ട് അവന് താല്പര്യമില്ലാതെ ഇവർ രണ്ടുപേരും വേറെ വിരിഞ്ഞ് കഴിയുന്നത്. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഫാമിലി അയാളുണ്ടല്ലോ, അയാളിപ്പോൾ ഇവരെ വിളിക്കാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഡാനിയും രണ്ടുപേരും പെട്ടെന്ന് വണ്ടി എടുത്ത് അവിടേക്ക് ചെല്ലുമ്പോൾ ആ ഒരു ഫാം ഓണറും അയാളുടെ മകളും പേടിച്ചിങ്ങനെ നിൽക്കുന്നു. എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും 2-3 ദിവസമായിട്ട് തന്റെ കുതിരകളെ എന്തോ ഒന്ന് വന്ന് പേടിപ്പിക്കുന്നുണ്ട്. ആ ഒരു കുതിരകളാണെങ്കിൽ നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. അതുമല്ല കഴിഞ്ഞ ദിവസം രാവിലെ 3 മണിക്ക് ഞാൻ ഫാമിനടുത്തേക്ക് ചെല്ലുമ്പോൾ എന്നെ എന്തോ ഒരു കാര്യം മറ്റാകെ ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. അതുമല്ല ഇപ്പോഴും അത് ആ ഒരു ഫാമിനകത്ത് തന്നെയുണ്ട് എന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഏയ് നിങ്ങൾ പേടിക്കാതിരിക്കും, ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പോൾ ആ ഒരു ഫാമിനകത്ത് കുതിരകൾ പേടിച്ച് കരയുന്ന ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഹീറോ ഡാനിയോട് പറയും, നീ ഇവരെ രണ്ടുപേരെ നോക്കിക്കോ, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് തോക്കും എടുത്ത് പതിയെ അതിനകത്തേക്ക് കയറിപ്പോവാണ്. അപ്പോഴേക്കും പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഒരിടത്തേക്ക് ടോർച്ച് ഇങ്ങനെ അടിച്ച് നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഹീറോ ഇതിനു മുന്നേ കാറിൽ പോകുമ്പോഴത്തേക്കും എന്തോ ഇതിനെ കണ്ടല്ലോ അതുപോലെയുള്ളൊരു കാര്യം ഇപ്പൊ അവിടെ നിന്ന് ഓടി മറ്റൊരിടത്തേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അതെല്ലാം അവിടെ നിന്ന് പോയതിനു ശേഷം അങ്ങനെ അന്ന് രാത്രി ഹീറോയ്ക്ക് ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം ഇവരെല്ലാവരും ആ ഒരു ഫാമിനടുത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് താഴെ എന്തിന്റെയോ കാൽപ്പാട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വലിയ നഖങ്ങൾ കൊണ്ട് വരച്ചതുപോലെയും അതിന്റെയും പാടുകൾ കാണുന്നുണ്ട്. അങ്ങനെ ഇവരായാലും ആ ഒരു കാൽപ്പാട് എന്താണെന്ന് പരിശോധിക്കാനായിട്ട് താഴേക്ക് കുനിഞ്ഞിരുന്ന് അത് നോക്കുമ്പോഴത്തേക്കും ഇത് കുതിരയുടെ കാൽപ്പാടുകളല്ല. കാരണം 3 പാടുകളുണ്ട്, അത് 3 വലിയ നഖങ്ങൾ പോലെ. ഇതൊരിക്കലും കുതിരയുടേതല്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ജീവിയെ പറ്റി ഇവർ കേട്ടിട്ട് പോലുമില്ല. അങ്ങനെ ഹീറോ ആയാലും അതിന്റെ ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് നെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുകയാണ് ഇതുപോലെയുള്ള എന്തെങ്കിലും ജീവി ഉണ്ടോ എന്ന്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വിൻഡിക എന്ന് പറഞ്ഞിട്ട് അതിന് ഇതുപോലെ 3 നഖങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഹീറോ റൗണ്ടിന് പോകുന്ന സമയത്താണ് ഇനിയിപ്പോൾ വിന്റർ വരാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നഗരത്തിൽ ജീവിക്കുന്ന എല്ലാവരും വേറൊരു സ്ഥലത്തേക്ക് മാറും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമല്ല റോഡിലൂടെ പോകുന്ന സമയത്താണ് റോഡിലായിട്ട് ഒരു മൃഗം ചത്ത് കിടപ്പുണ്ട്. അതിന് വളരെ കൊടൂരമായിട്ട് വേറെ എന്തോ കൊന്നിട്ടുള്ളതാണ്. ഒരുപക്ഷെ അതൊരു കരടി ചെയ്തതായിരിക്കാം എന്ന് ഹീറോ ഇങ്ങനെ വിചാരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ അവന്റെ ഫാമിലിയോടൊപ്പം ഫുഡ് കഴിക്കാണ്ട് ചെല്ലുമ്പോൾ ആദം ഇവരെ നോക്കിയിട്ട് പറയാണ്, അല്ല നിങ്ങൾ രണ്ടുപേരും എന്താ മിണ്ടാതിരിക്കുന്നേ, അമ്മ എപ്പോഴും കരച്ചിലാണ്, നിങ്ങൾ രണ്ടുപേരും എന്നാ ഇനി ഒന്നിച്ച് താമസിക്കുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോ ആ ഒരു വിഷയം അവിടെ സംസാരിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഡാനിയെ കാണിക്കുമ്പോൾ ഡാനി ആ ഒരു ഫാം ഓണറിന്റെ മകളുണ്ടല്ലോ അവളുമായിട്ട് കോഫി കുടിക്കാണ്ട് ഇങ്ങനെ പോവും. ആ ഒരു സമയത്താണ് നമ്മുടെ ഹീറോ ഇപ്പോൾ അവനെ വിളിക്കുന്നത്. ഇപ്പോൾ അവൻ അടുത്തൊരു ചത്ത മാനിനെ കണ്ടുവെന്നും അതിനെ രാത്രിയിൽ ഒരു കാടിന് നടുവിലായിട്ടുള്ള റോഡുണ്ട് അവിടെയാണ് കണ്ടതെന്നും പറഞ്ഞിട്ട് തന്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പതിയെ ആ ഒരു മാനിനടുത്തേക്ക് വന്ന് അതിന്റെ ദേഹം നോക്കുമ്പോഴത്തേക്കും ഈ ഒരു കുതിര ഫാമിന്റെ അടുത്ത് കണ്ടല്ലോ ആ ഒരു വലിയ നഖങ്ങൾ കൊണ്ട് വരച്ച ആ ഒരു പാട്, അതുപോലെയുള്ള മുറിവാണ് ഈ ഒരു മാനിന്റെ ദേഹത്തും ഉള്ളത്. അതുപോലെ ഈ റോഡിന്റെ 2 വശങ്ങളിലൂടെയും എന്തോ ഇങ്ങനെ പോകുന്നത് പോലെ ഹീറോ പെടുന്ന ആ ഒരു വശത്തേക്ക് ടോർച്ച് അടിച്ച് നോക്കുന്നതും പെട്ടെന്ന് ഇവന്റെ വണ്ടിയുടെ മുന്നിലൂടെ ആ ഒരു ജീവി ഇങ്ങനെ പോവാണ്.
അത് കണ്ട് പേടിച്ച് ഹീറോ നേരെ താഴേക്ക് ഒന്ന് വീഴും. അത് കഴിഞ്ഞിട്ട് ഓടി വന്ന് കാറിനകത്തേക്ക് കയറിയിട്ട് മുന്നിലേക്ക് നോക്കുമ്പോൾ അത്രയും നേരം അവിടെ കിടന്ന ആ ഒരു മാനിനെ ഇപ്പോൾ കാണാനില്ല. ഇതുകൂടി ആവുന്നതും ഹീറോയ്ക്ക് നല്ല പേടിയായി. ഇത്രയും നാൾ അവൻ വിചാരിച്ചതുപോലെയല്ല എന്നും പറഞ്ഞിട്ട് നേരെ നമ്മുടെ ഡാനിയെ വിളിച്ചിട്ട് അവനോട് ഇപ്പോൾ പറയും, ഞാൻ ഇത്രയും നാൾ വിചാരിച്ചത് ഇതാരോ ഈ ഒരു നഗരത്തിലുള്ള ആളുകളെ പറ്റിക്കാൻ വേണ്ടി പ്രാങ്ക് ചെയ്യുന്നതാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തൊക്കെയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ വിചിത്രമായിട്ടുള്ളൊരു ജീവിയാണ്. കാരണം നമ്മൾ ആ ഒരു ഫാമിലി കണ്ടില്ലേ, പാടുകൾ അതുപോലെയുള്ള മുറിവുകളാണ് ആ ഒരു മാനിന്റെ ദേഹത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പോകാനായിട്ട് വരുമ്പോഴത്തേക്കും ജിം എന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ, അവനിപ്പോൾ ഇവരെ രണ്ടുപേരെയും കളിയാക്കി സംസാരിക്കുകയാണ്. എന്നിട്ട് പറയും, നിങ്ങൾ രണ്ടുപേരെ ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇവിടെ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളും നിങ്ങളിപ്പോൾ കുട്ടിക്കളിയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ 3 വേട്ടക്കാരി ഈ ഒരു കാടിനകത്തോടെ ഇങ്ങനെ പോവാണ്. അങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് ഇവരുടെ ചുറ്റും വേറെ എന്തോ ഒരു കാര്യം ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. അങ്ങനെ 3 പേരും പല വഴികാട്ടി ഇങ്ങനെ നോക്കുന്നതും പെട്ടെന്ന് എന്തോ ഒന്ന് നല്ല വേഗതയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. കാണിക്കുമ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തനെ കാണാനില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും പേടിച്ചിട്ട് തിരിഞ്ഞു നിൽക്കുമ്പോഴത്തേക്കും അടുത്ത ഒരാളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇത് ഓടി വരുന്നുണ്ട്. ഇവൻ തിരിഞ്ഞു നിന്ന് അതിന് ഒരു തവണയെ ഷൂട്ട് ചെയ്യുന്നുള്ളൂ. അതിനു മുന്നേ ഇവനെ അത് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതേസമയം ഇവിടെ സ്റ്റേഷനിൽ കാണിക്കുമ്പോൾ, അല്ല ഇന്റർവ്യൂവിന് ഞാൻ ന്യൂയോർക്കിൽ നിന്നും ഇവിടേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചില്ല, എന്തുകൊണ്ടാണ് ചോദിക്കാഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, എനിക്കറിയാം നീ ഒരാളെ ഷൂട്ട് ചെയ്തു, പക്ഷെ അതൊരിക്കലും നിന്റെ തെറ്റായിരുന്നില്ല, എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി, അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും ചോദിക്കാഞ്ഞത് എന്നിങ്ങനെ പറയാണ്. കാരണം അവന്റെ മകൻ മരിച്ചതിന് ശേഷം ആ ഒരു തെറ്റ് സ്വയം താൻ ഏറ്റെടുക്കുമായിരുന്നു എന്നുള്ള കാര്യം ഹീറോ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹീറോ ഇതിനു മുന്നേ ആ റോഡിൽ വെച്ചിട്ടൊരു മാൻ ചത്ത് കിടന്നല്ലോ, ആ ഒരു സ്ഥലത്ത് കൂടുതൽ തെളിവുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി അവിടേക്ക് വന്നിട്ട് ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ തന്റെ മകനെ പറ്റി ആലോചിച്ചിട്ട് അവനിങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ തോളിലൊരു കൈ വന്ന് വീഴുന്നു. തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും നേരത്തെ കാണിച്ച ആ ഒരു 3 വേട്ടക്കാരുണ്ടല്ലോ, അതിലൊരാൾ രക്ഷപ്പെട്ട് വന്നിരിക്കുകയാണ്. അയാൾ പറയും, ഒരു മൃഗം എന്നെ ഒരുപാട് നേരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ ഇപ്പോൾ അവനെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് വന്നിട്ടാണ് അയാൾ പറയുന്നത്, ഞങ്ങൾ ഹണ്ട് ചെയ്യാൻ പോയതാണ്, എൻ്റെ കൂടെ മാനി പിന്നെ റയാൻ ഇങ്ങനെ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവര് രണ്ടുപേരും ആ ഒരു ക്രീച്ചർ അറ്റാക്ക് ചെയ്തു, ഞാൻ മാത്രമാണ് രക്ഷപ്പെട്ടത്, അതുമല്ല അത് വളരെ സ്ട്രോങ്ങും അതേപോലെ തന്നെ ഫാസ്റ്റുമാണ്, പിന്നെ എൻ്റെ ബോധം പോയതോടുകൂടി അതെങ്ങനെയായിരുന്നെന്ന് എനിക്ക് നല്ലതുപോലെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം ഇങ്ങനെ പറയും. അപ്പോൾ ഹീറോ പറയും, ശരി നിങ്ങളുടെ ഫ്രണ്ട്സിനെ എന്തായാലും കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ അവൻ പറയും, അതിനൊരു ചാൻസ് ഉണ്ടാവത്തില്ല, അവരെന്തായാലും മരിച്ചു കാണുമെന്ന് ഇങ്ങനെ പറയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവന്റെ ആ ഒരു ഹണ്ടിങ് സുഹൃത്തുണ്ടല്ലോ ഡോണി, അവനെയും വിളിച്ചിട്ട് നമ്മുടെ പോള്, ഡാനി പിന്നെ ഡാനി ഇവര് 3 പേരും ഈ ഒരു കാടിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ജിം അവിടെയുണ്ട്. കാണിക്കുമ്പോൾ മരത്തിന് മുകളിലായിട്ട് നേരത്തെ 3 വേട്ടക്കാരി പോയിരുന്നല്ലോ, അതിൽ 2 പേരെ കാണാനില്ല എന്നും പറഞ്ഞു, അതിലൊരുത്തന്റെ ശരീരം. അപ്പോൾ ഏതോ ഒരു ജീവി അവൻ അറ്റാക്ക് ചെയ്ത് കൊന്നെന്ന് മനസ്സിലായി. അതുമല്ല ജിമ്മി പറയും, ഹണ്ടിങ് സീസൺ കഴിഞ്ഞതാണ്, പിന്നെ ഇവർ അകത്തേക്ക് വന്നു, എന്തായാലും നമുക്കതിനെ പിടിക്കാൻ കഴിയുമെന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഹീറോ പറയും, അതിന്റെ ഒരു ആവശ്യമില്ല, നിങ്ങൾ ആരും ഇനിയിപ്പോൾ ഇവിടെ നിൽക്കാൻ പാടില്ല, ഞങ്ങൾ 3 പേരും മതി, അത് ഞങ്ങൾ നോക്കിക്കളാം, അതുമല്ല ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവിടെ നിന്ന് ഒരു യൂണിറ്റിനെ തന്നെ ഇവിടേക്ക് അയക്കുന്നുണ്ട്, അത് 24 മണിക്കൂറിനുള്ളിൽ അവർ വന്ന് ഈ ഒരു കാട് മുഴുവൻ അന്വേഷിച്ച് ആ ഒരു ജീവിയെ ഇനി എന്തായാലും പിടിക്കും എന്നും പറഞ്ഞിട്ട്, ഇപ്പൊ ഈ ഒരു കാലാവസ്ഥ മാറുന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ തണുപ്പും നല്ല കാറ്റുമാണ് വരാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ ഈ ഒരു ടൗണിൽ നിന്നും ഒരുപാട് പേരും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോയിട്ട് ഇത് കഴിഞ്ഞിട്ടേ ഇനി തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ പകുതി ആളുകളും പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിലോ ഇപ്പൊ ആദമിന് രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല പേടിയായതുകൊണ്ട് അവനോടൊപ്പം കഴിയാൻ പറയും. അതുകൊണ്ട് തന്നെ ഹീറോ അവനോടൊപ്പം അത് കഴിഞ്ഞിട്ട് അവനെ ഉറക്കി കിടത്തി ഇപ്പോൾ നമ്മുടെ ഡാനിയെ വിളിച്ചിട്ട് ഈ ഒരു നഗരത്തിന്റെ മാപ്പ് ഉണ്ടല്ലോ അതെല്ലാം എടുത്തു വെച്ച് ഇപ്പൊ അവൻ കണ്ടുപിടിച്ച ചില കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. ഈ ഒരു ഭാഗത്ത് ഈ ഒരു കാടിനുള്ളിലാണ് ഈ ഒരു വിചിത്ര ജീവികൾ ഇത്രയും നാളെ താമസിച്ചിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ വെച്ചിട്ട് കുറെ ആളുകളെ 2 ആഴ്ചയ്ക്ക് മുന്നേ കാണാതായിരുന്നു. അപ്പൊ അവിടെയുള്ള ആ ഒരു കാട്ടിലുള്ള എല്ലാം തീർന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു പട്ടണത്തിലെ ഈ ഒരു കാടിനകത്തേക്ക് ഈ ഒരു ജീവികളെല്ലാം മാറുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെയുള്ള പല മൃഗങ്ങളെയും കാണാതായിട്ടുള്ളത്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോഴത്തേക്കും വെളിയിൽ ആരോ ഡോറിൽ തട്ടുന്നു. വന്ന് തുറക്കുമ്പോൾ അത് ജിമ്മാണ്. എന്തുപറ്റി? ഞാൻ ഇതുപോലെ കാടുകളുടെ ഉള്ളിൽ ക്യാമറ വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് അതിൽ കണ്ട ചില കാര്യങ്ങൾ കാണിക്കാനായിട്ട് ഇവർക്കിപ്പോൾ ആ ഒരു ക്യാമറയിലുള്ള കാര്യങ്ങളെല്ലാം ഇട്ട് കാണിച്ചു കൊടുക്കുകയാണ്. കാണിക്കുമ്പോഴത്തേക്കും ഇവർ അന്വേഷിക്കുന്ന ആ ഒരു ജീവി ഉണ്ടല്ലോ അതിനിങ്ങനെ കാണുന്നുണ്ട്. വ്യക്തമായിട്ട് കാണുന്നില്ല, പക്ഷേ ജിമ്മ് പകർത്തിയ ചില ചിത്രങ്ങൾ വെച്ചിട്ട് അതിന്റെ ഏകദേശം ഒരു രൂപം, അത് എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെയും അത് എഴുന്നേറ്റ് നടക്കുന്നത് പോലെയുള്ള ആ ഒരു നിഴല് പോലെയുള്ള ഒരു രൂപം ഇവർക്ക് കാണിച്ചു കൊടുക്കും. അങ്ങനെ ഈ ഒരു ഫോട്ടോസ് എല്ലാം അവനെ കാണിച്ചിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഡാനി ജിമ്മും അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ പോള് മാത്രമേ ഉള്ളൂ വീട്ടില്. അതേ സമയം വെളിയിൽ കാണിക്കുമ്പോ ആഹാ, ഇത്രയും നാള് കാടിനുള്ളിൽ താമസിച്ചിരുന്ന ആ ഒരു ജീവി ഇപ്പോ നഗരത്തിലേക്കും വന്നു തുടങ്ങി. അങ്ങനെ നമ്മുടെ പോളാണെങ്കിൽ രാത്രി മുഴുവൻ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മുകളിൽ എന്തോ ഒരു ശബ്ദം കേട്ട്
ആദം ഞെട്ടി എഴുന്നേൽക്കാണ്. ഹീറോ നേരെ ഓടി മുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇവരുടെ വീടിന് വെളിയിൽ എന്തോ വന്നിട്ടുണ്ട്. അതെന്തായാലും ആ ഒരു ക്രിയേച്ചർ ആയിരിക്കും. ഇതും കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആദമിനെ വിളിച്ചിട്ട് നേരെ ബാത്റൂമിലേക്ക് കയറി. അതിനകത്ത് സേഫായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഈ ഒരു ക്രീച്ചർ ആണെങ്കിൽ ഇവരുടെ വീടിനകത്ത് വന്നിട്ട് അവിടെ എല്ലാം ഇങ്ങനെ നശിപ്പിക്കുന്നു. അപ്പോഴാണെങ്കിൽ ഹീറോ ഡാനിയെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറയും. എന്നിട്ട് വണ്ടി കൊണ്ട് ഇവിടേക്ക് വരാൻ പറയുമ്പോൾ ഡാനിയാണെങ്കിലും സൈറന് വിട്ടുകൊണ്ട് ആ ഒരു പോലീസ് വണ്ടി എടുത്ത് ഇവരുടെ വീടിനടുത്തേക്ക് വരും. കാണിക്കുമ്പോൾ ഈ ഒരു ജീവി നമ്മുടെ ഹീറോ സംസാരിക്കുന്ന ആ ഒരു ശബ്ദം കേട്ടു. എന്നിട്ട് ഈ ഒരു ബാത്റൂമിനടുത്തേക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഹീറോ ആണെങ്കിലും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിന്റെ 2 കാലുകളും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൂർത്ത നഖങ്ങൾ വെച്ചിട്ടാണ് അത് ഈ ഒരു ജീവികളെ മനുഷ്യനെല്ലാം കൊല്ലുന്നത്. അതേസമയം ഈ ഒരു ക്രീച്ചർ ആണെങ്കിൽ ഇവരുടെ ആ ഒരു റൂമിനടുത്തേക്ക് ഇങ്ങനെ വരുന്നു. ഇതിന്റെ നിഴൽ അവർ രണ്ടുപേരും കാണുന്നുണ്ട്. ആ ഒരു സമയത്ത് വെളിയിലെ നമ്മുടെ ഡാനി ഈ ഒരു സൈറൻ ഇട്ട് വരുന്നത് കാരണം ഇത് പെട്ടെന്ന് ഇവരുടെ ജനാലയം തകർത്ത് വീടിന് മുകളിലേക്ക് കയറി അങ്ങ് പോവാണ്. ഡാനി ആണെങ്കിലും ചാടി താഴേക്ക് ഇറങ്ങിയിട്ട് തന്റെ ഷോട്ട് ഗൺ ഉപയോഗിച്ചിട്ട് അതിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതങ്ങ് അവിടെ നിന്ന് പോകും. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ഇവിടെ ഉള്ളൊരു ചർച്ചിനടുത്തേക്ക് വരും. ഇപ്പൊ ഈ ഒരു പട്ടണത്തിൽ താമസിക്കുന്ന ബാക്കിയുള്ള ആളുകളുണ്ടല്ലോ, ഇവിടെ നിന്ന് പോകാത്തവര്, അവരെ എല്ലാവരെയും കൂട്ടി നേരെ ഈ ഒരു ചർച്ചിലേക്ക് വന്നിട്ട് ഇപ്പൊ പോൾ ഇവരോടെല്ലാവരോടും നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. ഇവിടെ സീരിയസ് ആയിട്ട് തന്നെ ഒരു കാര്യം നടക്കുന്നുണ്ട്. അതുമല്ല അത് ഈ ഒരു രാത്രി എന്റെ വീട്ടിലേക്ക് വന്നതേ ഉള്ളൂ. അതുമല്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു യൂണിറ്റ് ഇവിടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം നമ്മൾ എന്തായാലും ഇവിടെ സേഫ് ആയിട്ട് നിന്നേ പറ്റൂ. അപ്പോഴേക്കും ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയാവും എന്ന് പറയുമ്പോൾ ആ ഒരു ഫാം ഓണറിന്റെ മകള് അവള് പറയും ആ ഒരു മോൺസ്റ്റർ ഒന്നല്ല അത് 2 എണ്ണം ഇങ്ങനെ പറയുമ്പോൾ പോൾ പറയും എന്തൊക്കെയാവട്ടെ, എന്തായാലും ഈ ഒരു ചർച്ച് മാത്രമേ നമുക്ക് സേഫ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇതിനകത്ത് തന്നെ കഴിയണം. കാരണം ഈ ഒരു ചർച്ചിനകത്ത് ഒരു ബേസ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ ആ ഒരു ബേസ്മെന്റിന്റെ മുകളിൽ വെയിറ്റ് ചെയ്യാണ്. ഇപ്പൊ അടുത്ത ദിവസം രാവിലെ ആവുന്നത് വരെ ഇവരെല്ലാവരും ഇതിനകത്ത് തന്നെ കഴിയാനായിട്ട് നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ സൂസൻ ആദം വരച്ച ചിത്രങ്ങളെല്ലാം ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവന്റെ അച്ഛനെ അവൻ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട്, മറ്റുള്ളവരെല്ലാവരെയും രക്ഷിക്കുന്ന ഒരു ഹീറോ ആണ് അവന്റെ അച്ഛൻ എന്നുള്ള രീതിയിൽ ഒരുപാട് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ടിം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മറ്റൊരു മകനുണ്ടല്ലോ, അവൻ മരിക്കാനുള്ള കാരണക്കാരൻ ഒരിക്കലും ഹീറോ അല്ല എന്നുള്ള രീതിയിലും അവനോട് സംസാരിക്കും. അതുമല്ല ഈ ഒരു ചർച്ചിലുള്ള ഇത്ര ആളുകളും നിന്നെയാണ് വിശ്വസിക്കുന്നത്, അവരെല്ലാവരും രക്ഷിക്കേണ്ടത് നീയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവന് കുറച്ച് മോട്ടിവേഷൻ എല്ലാം കൊടുത്തിട്ട് അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ഒരു ചർച്ചിന് മുകളിലേക്കും ആ ഒരു മോൺസ്റ്റർ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല. പിന്നെ കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഡോർ ഉണ്ടല്ലോ അത് തുറക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇത് കാണുമ്പോൾ നമ്മുടെ പോൾ എല്ലാവരോടും പറയും എല്ലാവരും ആ ഒരു ബേസ്മെന്റിലേക്ക് പോകാൻ പറഞ്ഞ് ഇവരെല്ലാവരെയും ആ ഒരു ബേസ്മെന്റിനകത്തേക്ക് കൊണ്ടുപോവാണ്. കൂടെ തന്നെ നമ്മുടെ പോളും ഡാനിയും പോകുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരെയും താഴെ നിർത്തിയിട്ട് ഇപ്പൊ ആ ഒരു മോൺസ്റ്റർ ആണെങ്കിലും ഇതിനകത്തേക്ക് കയറി. അതുകൊണ്ട് അതിന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ബേസ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരെയും കൊല്ലും. അതുകൊണ്ട് അതിനെ കൊല്ലാന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയും ഡാനി ഉണ്ടല്ലോ ഇവര് രണ്ടുപേരും പതിയെ മുകളിലേക്ക് തോക്കുമായിട്ട് ഇങ്ങനെ പോവാണ്. എന്നിട്ട് ആ ഒരു ജീവിയെ അവിടെ മുഴുവനായിട്ട് ഇങ്ങനെ അന്വേഷിക്കുന്നു. അപ്പൊ ഈ ഒരു ചർച്ചിന്റെ പല റൂമുകളുണ്ടല്ലോ അതിനകത്തെല്ലാം കയറിയിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരിടത്ത് വെച്ചിട്ട് അത് നമ്മുടെ ഡാനിയുടെ പുറകിൽ വന്ന് അവനെ കടിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവനാണെങ്കിലോ തിരിഞ്ഞു നിന്ന് അതിന് 2-3 തവണ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ഡാനിക്ക് എന്താണ് സംഭവിച്ചെന്ന് അറിയാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ഹീറോ ഇതിന്റെ ശബ്ദം കേട്ട് ആ ഒരു വശത്തേക്ക് ചെന്ന് നോക്കുന്നതും നമ്മുടെ ഹീറോ പെട്ടെന്ന് ഡാനിയെ കാണും. അപ്പോഴേക്കാണ് അവൻ പറയുന്നത് അപ്പൊ അവന്റെ ദേഹം മുഴുവൻ രക്തം, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഞാൻ അതിനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ഓക്കെ നീ എന്തായാലും ഇവിടെ തന്നെ ഇരിക്കും, ഞാൻ നോക്കാന്ന് പറഞ്ഞ് മറ്റൊരു വശത്തേക്ക് പോകുമ്പോൾ ഇപ്പൊ ആ ഒരു മോൺസ്റ്റർ ഉണ്ടല്ലോ അത് നമ്മുടെ ഹീറോയെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നതും ഹീറോയും അതിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അത് നമ്മുടെ ഹീറോയെ ഒരു ഒറ്റയടി ഹീറോ തെറിച്ച് താടിക്കൊന്നു വേണ്ടിട്ട് ഇപ്പൊ പതിയെ ഒരു ടേബിളിനടിയിലേക്ക് കയറി ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ആ ഒരു സമയം ഈ ഒരു മോൺസ്റ്റർ ആണെങ്കിലും പതിയെ നടന്ന് അവന്റെ അടുത്തൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോയുടെ കയ്യിലേക്ക് ചെറിയൊരു തോക്കുണ്ട്. അത് പതിയെ ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മോൺസ്റ്റർ ആ ഒരു ശബ്ദം കേട്ട് അതിന്റെ മുകളിലേക്ക് വന്ന് അതിന്റെ ആ ഒരു തടി ഇങ്ങനെ ഇളക്കി മാറ്റുന്നതും ഹീറോ ആ ഒരു തോക്ക് കൊണ്ട് 2-3 തവണ ആ ഒരു മോൺസ്റ്ററിനെ ഷൂട്ട് ചെയ്യും. അപ്പോഴേക്കും അത് പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോയിട്ട് ഇപ്പോ ഹീറോ പതിയെ അവിടെ നിന്ന് ആ ഒരു ചർച്ചിന്റെ സെന്റർ ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് നടന്ന് ചെല്ലുകയാണ്. അതിന്റെ രക്തം താഴെ കിടക്കുന്നത് കണ്ടിട്ടാണ് ഫോളോ ചെയ്ത് ഇങ്ങനെ പോകുന്നത്. അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഇവിടെ കാണാനില്ല. ഇതിപ്പോ എവിടെയാണെന്ന് അറിയാൻ കഴിയുന്നില്ല, കാരണം അതിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇത് ഈ ഒരു ചർച്ചിന് മുകളിലത്തെ ആ ഒരു സീലിംഗ് ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് പിടിച്ചിങ്ങനെ നിൽക്കുന്നു. ഹീറോയെ കാണുന്നതും അത് ചാടി താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അപ്പൊ ഇതാണ് ആ ഒരു മോൺസ്റ്റർ. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോ ഹീറോയുടെ അടുത്തേക്ക് ഓടി വരുന്നതും അവന്റെ കയ്യിലുള്ള ആ ഒരു ചെറിയ തോക്ക് വെച്ച് 2-3 തവണ അതിനെ ഷൂട്ട് ചെയ്യും. പക്ഷെ അത് ചാടി ഹീറോയുടെ മുകളിലേക്ക് വീഴുന്നതും ആ ഒരു തോക്ക് തെറിച്ചങ്ങ് പോയി. ഇപ്പൊ ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ ഒരു സമയത്ത് തന്റെ കയ്യിലുള്ള ആ ഒരു കത്തി വലിച്ചൂരി അതിന്റെ ദേഹത്തേക്ക് കുത്തിയിട്ട് ആ ഒരു കത്തി നല്ലതുപോലെ നീക്കുമ്പോഴത്തേക്കും അതിന്റെ ദേഹം നല്ലതുപോലെ മുറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഹീറോയും കുറെ നേരം അനങ്ങാതെ കിടക്കുമ്പോൾ ആദ്യം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഹീറോ മരിച്ചെന്ന്. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഹീറോ പതിയെ ആ ഒരു ബേസ്മെന്റ് തുറന്ന് ഇപ്പൊ അവൻ രക്ഷപ്പെട്ടു. ഡാനിക്കും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എല്ലാവരും തിരിച്ചു വന്നിട്ട് ഈ ഒരു മോൺസ്റ്റർ ഉണ്ടല്ലോ അതിനിങ്ങനെ കാണുമ്പോഴത്തേക്കാണ് നമ്മുടെ ഡാനി പറയുന്നത് ഞാൻ ഇതിനെ ഷൂട്ട് ചെയ്തതാണല്ലോ, പക്ഷെ ഇതിന്റെ ദേഹത്താണെങ്കിൽ ഈ ഒരു ഒറ്റ മുറിവ് മാത്രമേ ഉള്ളൂ, അതെങ്ങനെ
എന്ന് പറയുമ്പോഴത്തേക്കാണ് ആഹാ വെളിയിൽ കാണിക്കുമ്പോഴത്തേക്കും ഇത് ഒരെണ്ണം മാത്രമല്ല, ഒരുപാട് മോൺസ്റ്റർ ഉണ്ട്. കാണിക്കുമ്പോൾ ആ ഒരു നഗരത്തിലെ പല വീടുകളുടെയും അതേപോലെ തന്നെ ഈ ഒരു ചർച്ചിന്റെ മുകളിലെല്ലാം ഈ ഒരു മോൺസ്റ്റർ ഇങ്ങനെ കയറി വരുന്നത് കാണിക്കുന്നതും ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇതിന് സെക്കൻഡ് പാർട്ട് ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്യാം. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.